നമസ്തേ കൂട്ടുകാരെ. അപ്പം ഞാനിന്നൊരു പുതിയ ടോപ്പിക്കായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. ഇപ്പോഴേ പറയാം, എനിക്ക് റിയാക്ഷൻ വീഡിയോ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെയിലി ചെയ്യേണ്ടി വരും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. കാരണം എനിക്ക് സമയപരിധി ഇല്ല, താല്പര്യക്കുറവില്ലെന്നല്ല, എനിക്ക് സമയമില്ല. അതാണ് മെയിൻ പ്രശ്നം. സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പം എൻ്റെ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വരുന്നത്. ഒരു വീഡിയോ എടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഇത്തിരി സമയവും അതിന് വേണ്ടിയിട്ട് കുറച്ച് മെനക്കേടും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഞാൻ നോക്കിയപ്പം ഞാൻ കാണുന്ന ന്യൂസ് അല്ലെങ്കിൽ ഞാൻ കാണുന്ന വാർത്തകൾക്ക് എൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു മറുപടി തരിക, അതാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങുന്ന വെച്ചാൽ, നമ്മുടെ രേണുസുതി തന്നെ അതിപ്പോൾ എല്ലാവരും ഇങ്ങനെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഞാനും കൂടിയിട്ട് അങ്ങ് പറയാം. അപ്പം എനിക്ക് പറയാനുള്ള രണ്ട് വാക്കുകൾ നിങ്ങളോടൊന്ന് കേൾക്കണം. ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിന് നിങ്ങൾ കമൻറ്റിലൂടെ എനിക്ക് റിപ്ലൈ തരണം. ശരിയല്ലെങ്കിൽ അല്ലെങ്കിൽ തെറ്റാണ് ഞാൻ ഈ പറയുന്നെങ്കിൽ അത് നിങ്ങൾ എന്നോട് പറയണം. ഇപ്പം ഞാൻ എൻ്റെ ഒരു വേർഷനാണ് നിങ്ങളോട് പറയുന്നത്. നമുക്ക് ആരുടെയും ഇപ്പം ഇവിടുന്ന് സുധിച്ചേട്ടൻ്റെ ആയിക്കോട്ടെ, രേണുവിൻ്റെ ആയിക്കോട്ടെ, രേണുവിൻ്റെ മകനായ കിച്ചുവിൻ്റെ മറ്റേ രണ്ടാമത്തെ കുട്ടിയുടെ, ഇവരുടെ ആരുടെയും ജീവചരിത്രങ്ങൾ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട യാതൊരുവിധ ആവശ്യകതയും വരുന്നില്ല. കാരണം നിങ്ങൾ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് മുതൽ ഇപ്പോൾ നിൽക്കുന്ന ആ പോയിന്റ് വരെയുള്ള എല്ലാ സ്റ്റോറികളും, ഹിസ്റ്ററിയും ജോഗ്രഫിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ അറിയുന്നവരാണ് നിങ്ങൾ, എൻ്റെ ഓരോരോ പ്രേക്ഷകർ. അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ട് പറയണ്ട, നമുക്കത് വിട്. നമുക്ക് പറയാനുള്ള രണ്ടേ കാര്യങ്ങൾ. ഒന്ന്, രേണുസുതി ഒരിക്കലും അവൾക്കറിയാം അവൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തുമാത്രം തെറ്റുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെ ആ തെറ്റ് അല്ലെങ്കിൽ ശരി, അല്ലെങ്കിൽ അതിൻ്റെ ആഴം, ഞാൻ എത്ര പടി താഴേക്ക് പോയി അല്ല എത്ര പടി ഞാൻ മുകളിലോട്ട് കയറി, ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല ബോധ്യമുള്ളൊരു പെണ്ണാണ് കേട്ടോ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞു, നല്ല ബോധ്യമുള്ളൊരു പെണ്ണാണ്. പക്ഷേ തിരിച്ചറിവുണ്ടെങ്കിലും തിരിച്ച് കയറൂല. അതിന് മെയിൻ കാരണം, ഇനിയിപ്പം ഞാൻ എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്സ് ഒക്കെ എനിക്കിത് മടുത്തു. എനിക്കിങ്ങനെ നാല് ചുറ്റും എന്നുള്ള നെഗറ്റിവിറ്റി കേട്ട് ഞാൻ മടുത്തു. എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ. ടോളറൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര അല്ലേ, പേഷ്യൻസ് ടോളറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടെ കപ്പാസിറ്റിയാണ്. അതൊക്കെ തീർന്നു, ഇനി ഗിവപ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾ ഗിവപ്പ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതോടുകൂടി രേണുസുതി എന്ന കഥാപാത്രം അസ്തമിക്കുകയാണ്. സിനിമയിലെ കണ്ടിട്ടില്ലേ, വെള്ളത്തിൽ ഇട്ട് കൊല്ലുക അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. അപ്പം ആ ഒരു കഥാപാത്രം അവിടെ കൊണ്ട് തീർന്നു. സീരിയലൊക്കെ അങ്ങനെയല്ലേ, കുറേ നാൾ കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ കൊല്ലണമല്ലോ അതിനകത്ത്. ആ ആളെ വെട്ടി മാറ്റണമെങ്കിൽ ആൾ മരിക്കണം. അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ പോലെ പുള്ളിക്കാരിയുടെ ആ ഒരു അവിടെ തീരുകയാണ്. അവിടെ പുള്ളിയുടെ പേര് തീരുകയാണ്. പുള്ളിക്കാരിയെ ഈ ഇപ്പം നിൽക്കുന്ന ഒരു ഹൈപ്പുണ്ടല്ലോ, ആ ഹൈപ്പിൽ പുള്ളിക്കാരിക്ക് കിട്ടുന്ന ഓരോ പോപ്പുലാരിറ്റി, അത് തന്നെ ഈ പോപ്പുലാരിറ്റി കാണാനാണല്ലോ പുള്ളിക്കാരിക്ക് ഇപ്പം ദുബായ് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഇടയ്ക്ക് UK പോകുന്നു പറഞ്ഞ് എവിടേക്കൊക്കെയോ പോകുന്നു. പുള്ളിക്കാരി ഇനോഗ്രേറ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, കൈ നിറയെ കാശ്, ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഇതൊക്കെ ഇപ്പോഴത്തെ കോൺട്രവേഴ്സി അല്ലേ, ഈ പോപ്പുലാരിറ്റി ഒറ്റ കാരണം കൊണ്ടാണ്. പക്ഷെ പുള്ളിക്കാരി ഗിവപ്പ് ചെയ്ത് ആരെങ്കിലും ഇൻ്റർവ്യൂവിന് വിളിക്കുമോ? ഇല്ല. ആരെങ്കിലും പുള്ളിക്കാരിയെ ദുബായിലോ അബുദാബിയിലോ US കാനഡയിലോ UK ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകുമോ? ഇല്ല, ആരും കൊണ്ടുപോവില്ല. അതിലൂടെ സംഭവിക്കാൻ പോണേ, പുള്ളിക്കാരി ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഓൺലൈൻ മീഡിയാസ്, പാപ്പരാസികൾ പെട്ടു. അവരുടെ കഞ്ഞി പാറ്റ ഒന്നല്ല, ഒരുപാടെണ്ണം അങ്ങ് വീഴും. അവർക്ക് കിട്ടുന്ന ഒരു ഏണിങ്സ് ടപ്പേന്ന് പറഞ്ഞങ്ങ് നിന്ന് പോകും. അപ്പം അവരൊട്ട് സമ്മതിക്കുകയില്ല ഈ പുള്ളിക്കാരിയെ പുള്ളിക്കാരിയൊട്ട് നേരെ ആവുകയില്ല. കാരണം ഇപ്പോൾ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത് കൊണ്ട് പുള്ളിക്ക് ലൈഫ് ലോങ് പറ്റുകയില്ല.
കാരണം പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ആ ഒരു രുചി അറിഞ്ഞു കഴിഞ്ഞു. ആലോചിച്ച് നോക്കി, നല്ല നെയിൽ പോളിഷൊക്കെ ഇട്ട് അടുക്കളയിൽ കയറാതെ, പാത്രം കഴുകാത്ത കയ്യ്, ചൂല് പിടിക്കാത്ത കയ്യ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കപ്പ് കാപ്പി കുടിക്കുന്നു, പുള്ളിക്കാരി ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ഇപ്പം ഒരു ഫ്രൂട്ട് കിലോയ്ക്ക് 400 രൂപയാണെങ്കിലും പുള്ളിക്കാരി അത് വെച്ച് വാങ്ങിച്ച് അവനവൻ്റെ ശരീരത്തിനും സൗന്ദര്യത്തിനും വേണ്ടിയിട്ട് പുള്ളിക്കാരി കഴിക്കുന്നു, ആഹാരം കഴിക്കുന്നു. എന്തോ ഇടുന്ന ഡ്രസ്സ് പോലും പുള്ളിക്കാരി ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരുടെ ആഗ്രഹം പറഞ്ഞാൽ അത് ശരിക്കുള്ളതാണ് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും 1,80,000 രൂപ കുറവേ ഉള്ളൂ. അത് പുള്ളിക്കാരി പറയാണ്ട് ചുമ്മാ അതാണ് 600-700 ഉള്ളൂ എന്ന് പറയും. എങ്കിൽ പോട്ടെ, ആ 600 ആയിക്കോട്ടെ, 20,000 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10 ആയിക്കോട്ടെ, ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ദുട്ട് മണി ഈ സാധനം വേണോ വേണ്ടേ? വേണം. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഈ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഊർത്തടിച്ച് ജീവിക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി അറിയാമല്ലോ, പുള്ളിക്കാരി പല്ലിൻ്റെ പരിപാടി ചെയ്ത് കഴിഞ്ഞു, ഫേസ് ചെയ്ത് കഴിഞ്ഞു, മറ്റേ ഗ്ലൂട്ടാതയോൺ IV ചെയ്യുന്നു, ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, അത് ഇത് പുള്ളി കംപ്ലീറ്റ് പരിപാടി ചെയ്തിട്ടിരിക്കുകയാണ്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നല്ലൊരു പൈസയാണ്, സത്യമാണ്, നല്ല പൈസയാട്ടോ. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു പോപ്പുലാരിറ്റി ഉള്ളത് കൊണ്ട് പുള്ളിക്കാരി ഇതൊക്കെ നടന്നു പോകുന്നു. അല്ലാതെ അങ്ങോട്ട് ആരെങ്കിലും കേട്ടു കൊള്ളാൻ പറയും, ഇവിടെ ഫ്രീക്കൊന്നുമില്ല, അല്ല കുറഞ്ഞ പൈസയ്ക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഓടിക്കും, ഒന്നും പറ്റുകയില്ല. അപ്പോൾ ഈ പുള്ളിക്കാരി നന്നായാലും പുള്ളിക്കാരി നന്നായി തന്നെ ഇരിക്കട്ടെ. ഈ നന്നായി പുള്ളിക്കാരി ആർക്കെങ്കിലും വേണം? വേണ്ട. കാരണം പുള്ളിക്കാരിക്ക് അവിടെ പുള്ളിക്കാരിയുടെ ഒരു എന്താ പറയുക, ഒരു നമ്മൾ ഈ മാർക്കറ്റ് വാല്യൂ എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ സംഭവം ഇടിയും. പിന്നെ അങ്ങോട്ടേക്ക് പുള്ളിക്കാരിക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഒറ്റ പ്രയോഗം നടത്തേണ്ടി വരും. ഇപ്പം കുഴപ്പമില്ലെന്നേ, ഒരു മെയിൻ ലെവലിൽ പോവാണ്. സബ്സ്ക്രിപ്ഷനും കുഴപ്പമില്ല. പുള്ളിക്കാരി അത്യാവശ്യം ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് വലിയ തോതിലൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒന്നൊക്കെ ഇങ്ങനെ ഒന്ന് ചേർത്ത് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഒക്കെയാണ് പുള്ളിക്കാരി ഇരുന്ന് പോകുന്നത്. അതായത് അങ്ങോട്ടും കുഴപ്പമില്ല, അതായത് കയ്യാലെ പുറത്ത് തേങ്ങ കഴിക്കുക, അങ്ങോട്ടും കുഴപ്പമില്ല ഇങ്ങോട്ടും കുഴപ്പമില്ല, ഈ ലെവലിൽ പോകും. അതുകൊണ്ട് ആ ലെവലിൽ ഇത് പുള്ളിക്കാരിക്ക് ഇറങ്ങാൻ പറ്റൂലപ്പാ. ഇറങ്ങണം പുള്ളി പഴയ സുധീയുടെ കൂടെ ജീവിച്ചപ്പോഴുണ്ടായിരുന്ന രേണു ആ രേണുവിലേക്ക് പോകാൻ ഇപ്പോഴത്തെ രേണുവിന് കഴിയത്തില്ല, ഒരിക്കലും കഴിയില്ല. അതിന് ആര് റെഡിയല്ല? രേണു റെഡിയല്ല. ഇനി രേണു റെഡിയാവുന്നത് ഇത് ഓഫാവുന്ന സംഭവം, അതായത് രേണുസുധി എന്നുള്ള പേര് കംപ്ലീറ്റ് ആയിട്ട് ഓഫാവുന്നൊരു ദിവസം വരും. അത് അധിക ദൂരമില്ല. ഞാൻ ഒന്ന് അനലൈസ് ചെയ്തനുസരിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ പോയതല്ല, എൻ്റെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് ഞാൻ പറയുകയാണ്. നല്ല അടിപൊളി ബിഗ് ഡീൽ പുള്ളിക്കാരി ചെയ്യും. അതായത് വല്ല ബിസിനസ്സോ, അതായത് ഒരിക്കലും അങ്ങനെ മണ്ടടച്ച് പോകാൻ പറ്റാത്ത ഒരു ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പുള്ളിക്കാരി കൈവയ്ക്കും, പിടിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ലെവലിൽ. ആ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ പുള്ളിക്കാരി ബാക്ക് ടു നോർമലിലേക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുലസ്ത്രീ ലുക്കിലേക്ക് വരും കേട്ടോ. എല്ലാം നാക്കും കുലസ്ത്രീയാവും, വേഷവിധാനങ്ങളും കുലസ്ത്രീയാവും, ഭാഷാവിധാനം സകലത കുലസ്ത്രീയാവും. കാര്യമായിട്ട് പറഞ്ഞാൽ ആവും. അതുവരെയുള്ള കളിയാണ് ഈ കളിക്കുന്ന പുള്ളിക്കാരി. അതുവരെ പുള്ളിക്കാരി മാക്സിമത്തിലെത്തും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുമുക്കണത് രണ്ടുപേരുടെ ജീവിതമാണ്. ഒന്ന് കിച്ചുവിൻ്റെ ജീവിതവും ഒന്ന് പൊടിമോൻ്റെ ജീവിതം, അതായത് പൊടിക്കുഞ്ഞിൻ്റെ ജീവിതമാണ് പട്ടേന്ന് പറഞ്ഞ് പോകാൻ പോകുന്നത്. ഇതിനകത്ത് ഏറ്റവും കിച്ചുവിന് കുറച്ചുകൂടെ സേഫായിട്ട് കളിക്കാനുള്ള ഒരു ടൈമാണിപ്പോൾ. ഇത്രയേ ഉള്ളൂ. മാറി നിൽക്കുക, മാക്സിമം മാറി നിൽക്കുക. ഈ ആര് അവളെപ്പറ്റി ചോദിച്ചാലും ഞാൻ പറയുന്നില്ല, അവൾക്കെതിരെ പറയണമെന്ന് ഞാൻ പറയുന്നില്ല, അവൾക്കെതിരേ പറയണ്ട, അത്രയേ ഉള്ളൂ. അവനവൻ്റെ വാ അടച്ചൊടിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നേരെ പോയി അമ്മയോട് ചോദിക്കൂ, അമ്മ തരും ഉത്തരം. നിങ്ങൾക്ക് എന്നെ പറ്റി എന്നോട് ചോദിക്കണമെങ്കിൽ ചോദിക്കൂ, ഞാൻ ഉത്തരം തരാം. ഈ ഒരൊറ്റ വാക്കിൽ സംഭവം ക്ലോസ്ഡ്. ഇപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് മോൻ പാട്ട് പാടാൻ നിൽക്കണ്ട, അമ്മയ്ക്ക് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട. ഇതൊക്കെ നിന്നെ ബാധിക്കും മോനെ കുറേ കഴിയുമ്പോൾ നിൻ്റെ ലൈഫിൽ. ഇപ്പം നിനക്ക് ചോരത്തിളപ്പാണ്, ആയി കഴിയുമ്പോൾ നിനക്ക് ബാധിക്കുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ
എഡ്യൂക്കേഷൻ അതാണ് ഇമ്പോർട്ടൻ്റ് ലൈഫിൽ. അപ്പം ഫസ്റ്റ് നന്നായി പഠിക്കുക. ഏത് കാലത്തും എന്ത് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായാലും രണ്ട് കാലും കുത്തി ഉറച്ച് നിൽക്കാൻ നമുക്കെപ്പോഴും നമ്മുടെ നട്ടെല്ല് പോലെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കയ്യിലെ സർട്ടിഫിക്കറ്റും. അപ്പം അത് നേടുക. പിന്നെ യൂട്യൂബ് ചാനലുള്ളത് ആരെയും വെറുപ്പിക്കാതെ, ആരോടും തർക്കുത്തരം പറയാതെ നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നീ വേറെ ഒരു വ്ളോഗേഴ്സിനെയും വെല്ലുവിളിക്കണ്ട. നീ ഒരു വ്ളോഗേഴ്സുമായിട്ട് അടിപിടി കൂടാൻ പോകണ്ട. നീ രേണുസുധിയെ സപ്പോർട്ട് ചെയ്യാൻ പോകണ്ട. കാരണം ശരിക്കുള്ള റിയാലിറ്റി കിച്ചു നിനക്കറിയാം. നിനക്കതിൽ താല്പര്യമുണ്ടോ ഇല്ലോ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. നിൻ്റെ പേഴ്സണലായിട്ട് കാര്യമാണ്. ആർക്കും നിൻ്റെ മനസ്സിൽ നിൻ്റെ ബ്രെയിനിലോ കയറി ചൂന്നെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ഏറ്റവും നല്ലത് നീ സേഫായിട്ട് നിനക്ക് പറ്റുന്ന ഏൺ ചെയ്ത് പഠിച്ച് നീ മുന്നോട്ട് പോവുക. ഈ ഒരു ചതിപ്പി വന്ന് വീഴാതിരിക്കുക. നീ ഇതിനൊക്കെ റിയാക്ട് ചെയ്യാനും പാട്ട് പാടാനും മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ നീ പോലും അറിയില്ല കേട്ടോ, നിന്നെ വലിച്ച് അവരവരുടെ കുഴിയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത്. അവിടെ നീ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നിനക്കൊരു തിരിച്ചറിവ് നടക്കില്ല. അത് നിൻ്റെ ലൈഫിനെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകും, നീ എവിടെയൊക്കെ ചെന്ന് കയറും എന്നുള്ളത് ഉടയതമ്പുരാനേ അറിയത്തുള്ളൂ. സത്യമായിട്ട് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോഴത്തെ കുട്ടികളല്ലേ, നല്ലപോലെ ചിന്താശേഷിയും സോഷ്യൽ മീഡിയ എന്താ പറയുക ഉപയോഗിക്കാനുള്ള ഒരു കഴിവൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെയൊക്കെ ഏജിലുള്ളവരെക്കാട്ടിലും 10 മടങ്ങാണ് ചിന്താശേഷിയും, 10 മടങ്ങാണ്. ചിന്തിക്കും, സ്വന്തമായിട്ട് ചിന്തിക്കുക. താൻ എന്ത് ചെയ്യണം, ആർക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എവിടെയാണോ അവിടെ സപ്പോർട്ട് ചെയ്യുക. എവിടെയാണോ തലയിടാൻ പാടില്ലാത്തത് അവിടെ തലയിടുക. വേറൊരു കാര്യം, നീ മുന്നോട്ട് വന്നാലേ, നീ നല്ലൊരു സ്റ്റേജിലെത്തിയാലേ നാളെ നിൻ്റെ അനിയനെ നിനക്ക് സേഫാക്കാൻ പറ്റുള്ളൂ. നാളെ ഈ രേണുവിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല രേണു എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്നുള്ളത്. നാളെ ഇപ്പം കുഞ്ഞനിയൻ വളർന്ന് വലുതായി രേണു ചെയ്ത പ്രവൃത്തികളൊക്കെ അറിഞ്ഞ് വട്ടായി ദേഷ്യം വന്നു തിരിച്ച് പറഞ്ഞു ആ വീട് വിട്ടിറങ്ങി, അല്ലെങ്കിൽ രേണുവായിട്ട് അടിച്ച് പിരിഞ്ഞാലും അതിന് നീ ഒരു തണലായിരിക്കണം, താങ്ങായിരിക്കണം. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി നിനക്കുണ്ടാവണമെങ്കിൽ നീ ഇപ്പോഴേ ചിന്തിച്ച് നിൻ്റെ ലൈഫ് നീ സേഫാക്കണം. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ചതുപ്പിൽ ചാടിയ രേണു തിരിച്ച് കയറൂല. തിരിച്ച് കയറാൻ വേണ്ടി ഒരു ദിവസം ശ്രമിച്ചു തുടങ്ങും. അതിന് കുറേ കാലം എടുക്കും. പക്ഷെ അവൾ കയറുമ്പോഴത്തേക്കിന് ആ കുഴി നീ പെടാൻ പാടില്ല. അതുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.